താരിഫ് വാർസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ചേട്ടൻ്റെ അത് നമ്മൾ സാധാരണക്കാർ എത്ര ട്രംപ് വളരെ ഇറാറ്റിക് ആണ്. ഉം, ട്രംപിനെ പോലൊരു ഫിനോമിനൻ ലോക ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല, ഒരുപക്ഷെ ഇനിയും ഉണ്ടാകില്ല. അതിനർത്ഥം പുള്ളി പോസിറ്റീവ് ആണെന്നല്ല, പുള്ളി നെഗറ്റീവ് ആണെന്നാണ്. ട്രംപ് എന്ന് ഓക്കെ. പറയുന്നത് അതിന്റെ ഒരു പ്രശ്നം താരിഫാസ് മിക്കവാറും ലെവറേജ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. ഉം, അടിസ്ഥാനപരമായി ട്രംപ് രാഷ്ട്രീയക്കാരനല്ല, ബിസിനസ്സുകാരനാണ്. അപ്പം പുള്ളിയുടെ ഉം, എല്ലാ ആംഗിളും ബിസിനസ്, റിസോഴ്സ്, കാശ് ഈ ഉം, കാര്യങ്ങളിൽ അടിത്തതുമായിരിക്കും. അത് ബിസിനസ്സുകാരുടെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡാണ്. ഉം, അമേരിക്കയുടെ നേച്ചർ, ലീഡർഷിപ്പ്, സ്ഥാനം, പൊളിറ്റിക്സ് ഇതൊക്കെ പുള്ളിക്ക് സെക്കൻഡറിയാണ്. ഉം, അപ്പോൾ അമേരിക്കയുടെ ലീഡർഷിപ്പ് സ്ഥാനം ട്രംപ് കളയാൻ ചാൻസ് ഉണ്ട്. ഉം, അപ്പോൾ ഉം, എങ്ങനെ വരുന്നു എന്നറിയില്ല. ഇപ്പം 90 ഡേയ്സിലേക്ക് ആ താരിഫ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ പ്രശ്നമേ ഈ പോളിസി എന്നൊക്കെ പറയുന്നത്, പോളിസി എന്ന വാക്കൊക്കെ സേക്രഡ് ആണ്. സേക്രഡ് എന്ന് പറയുന്നത് ദൈവീകം എന്ന അർത്ഥത്തിലല്ല. ഉം, എത്രയോ ഉം, കാലം മെനക്കെട്ടാണ് നമ്മളൊരു പോളിസിയും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. അതിന്റെ കുത്തും കോമയും മിണ്ടും മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ അർത്ഥതലങ്ങളുള്ളതാണ്. അപ്പം ട്രംപ് എല്ലാം വന്ന് തകിടം മറിക്കും. അതെ. ട്രംപിന്റെ ഉം, ബേസിൽ ഇതൊക്കെ സന്തോഷമാണ്. അവർക്ക് ഉം, എന്തെങ്കിലും എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. ഉം, അതാണ് അതെ. അതിന്റെ പോയിന്റ്. എന്തെങ്കിലും അതെ. എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. നടക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. ഉം, എപ്പോഴും എന്തെങ്കിലും അതൊരു സൈക്കോമെട്രിക് ടെൻഡൻസിയാണ്. നമ്മൾ മറ്റൊരു ചർച്ചയിൽ അത് പറയാം.